ഈശോയിലെ ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, ആത്മീയമായിട്ട് ഉണർവിൻ്റെ ഒരു കാലഘട്ടമാണ് നോമ്പ്. ഈ നോമ്പ് കാലഘട്ടത്തിൽ നിങ്ങളോടൊത്ത് ദൈവത്തിൻ്റെ വചനം സംപ്രേഷണം ചെയ്യാൻ ആത്മരക്ഷ ആപ്പിലൂടെ നടന്നൊരു പരിശ്രമത്തെക്കുറിച്ച് അറിയിക്കാൻ ഏറെ സന്തോഷമുണ്ട്. ജേക്കബ് തോമസ് ഡള്ളസിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഇനിഷ്യേറ്റീവിൽ അദ്ദേഹം തുടങ്ങിയ ഒരു പുതിയ ആപ്പാണ് ആത്മരക്ഷ. ധാരാളം ആളുകൾക്ക് ആത്മീയ ഉണർവിനും ആത്മീയ വഴികാട്ടലിനും ഈ ആപ്പ് കാരണമാകുന്നുണ്ട്. ഈ ആപ്പിലൂടെ ഈ നോമ്പ് കാലത്തിൽ 50 ദിവസവും ക്രൂശിതനോടൊപ്പം എന്ന ഒരു സീരിയല് വചനപ്രഘോഷണം ഞങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതേക്കുറിച്ച് അറിയിക്കുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട്. മാധ്യമങ്ങൾ ചെകുത്താൻ്റെ പണിപ്പുരയാണെന്ന് കുറ്റപ്പെടുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഞാനും അത്തരത്തിൽ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ചിലപ്പോഴൊക്കെ മറിച്ചും എനിക്ക് അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഷാലോമിലും ഗുഡ്നെസ്സിലുമൊക്കെ ചില പ്രഭാഷണങ്ങൾ കഴിഞ്ഞിട്ട് ചില മനുഷ്യർ ഫോണിൽ വിളിച്ചിട്ട് കണ്ണുനീരോടുകൂടെ പറയാറുണ്ട്, പിതാവ് സംസാരിച്ചപ്പോൾ ദൈവം ഞങ്ങളെ തൊട്ടു, ഞങ്ങൾ ആത്മഹത്യ മുനമ്പിൽ വരെയായിരുന്നു, പക്ഷെ ദൈവം ഞങ്ങളെ രക്ഷിച്ചു. മാധ്യമങ്ങൾ ചെകുത്താൻ്റെ പണിപ്പുര മാത്രമല്ല, അത് മനുഷ്യർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനും ഉപയോഗിക്കാവുന്ന ഒരു പണിപ്പുരയാണ്. ജേക്കബ് തോമസിൻ്റെ ഈ ആത്മരക്ഷ ആപ്പ് അത്തരത്തിലുള്ള ഒരു സംവിധാനമാണ്. ഈ ആപ്പിലൂടെ 50 ദിവസവും ക്രൂശിതനോടൊപ്പം എന്ന ഈ പരമ്പര നോമ്പുകാലത്തിലെ ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ഈ നോമ്പുകാല ചിന്തകളിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും കേൾക്കണം. സാധിക്കുമെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യണം. ഒരുപാട് മോശം കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. ഈ നല്ല കാര്യം നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അത് പലർക്കും ആത്മരക്ഷയ്ക്ക് കാരണമാകും. ഈ ആപ്പിലൂടെ ആരംഭിക്കുന്ന ഈ നോമ്പുകാല ചിന്തകൾ ദൈവാനുഗ്രഹപ്രദമാകാൻ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, ഈ നോമ്പുകാലത്തിലെ ജനങ്ങളുടെ കാലുകളുടെ മുൻപിൽ ഞങ്ങൾ വയ്ക്കുന്ന വിളക്കാണ് ക്രൂശിതനോടൊപ്പം എന്ന ഈ ധ്യാന ചിന്തകൾ. അത് അവരുടെ ഇരുട്ട് പിടിച്ച വഴികളിലെ വെളിച്ചമാകട്ടെ. ഇത് കേൾക്കുന്നവർക്ക് ആത്മീയ കാഴ്ചപ്പാടും പ്രചോദനവും നൽകാൻ നീ ഇടയാക്കണേ. പരിശുദ്ധ അമ്മ മറിയോസ്യ പിതാവേ, സകല വിശുദ്ധരെ ഞങ്ങളെ അനുഗ്രഹിക്കണേ. കേൾക്കുന്നവരെ ആശീർവദിക്കണേ. ആമേൻ. ക്രൂശിതനോടൊപ്പം.